നമസ്കാരം, ഞാൻ Sruthis Cookeryയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 4 മണിക്കൊക്കെ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരം. മുട്ട വെച്ചിട്ട് ഒരു എഗ് പക്കോടയാണ് ഉണ്ടാക്കുന്നത്. ഇതിനെ മുട്ട ബജി എന്നൊക്കെ പറയാം. ഇത് എളുപ്പത്തിൽ എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഒരു എഗ് പക്കോട ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. സാധാ പക്കവടയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാട്ടോ ഞാൻ അത് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടോട് കൂടി കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ എഗ് പക്കോട ചൂടോട് കൂടിയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. എഗ് പക്കോട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 ഗ്ലാസ്സോളം വരും. ഇങ്ങനെ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ കടലമാവ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 3 മുട്ടയ്ക്കായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇനി ഇതിലേക്കായിട്ട് നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് കലക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 3 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അരിപ്പൊടി ചേർത്താലും മതി. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, സാധാ മുളക് പൊടിയിലും ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് എരിവിനായിട്ടാണ് ചേർത്തത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായം പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു സവാള ഞാൻ ചേർക്കുന്നുണ്ട്. നന്നായി ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ്. അതിനുശേഷം എടുത്തു വെച്ച കുറച്ച് മല്ലിയിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മല്ലിയിലും കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതെടുത്തിട്ടുണ്ട്. പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. നന്നായിട്ട് കട്ടയൊന്നുമില്ലാണ്ട് ഇളക്കിയെടുക്കണം. ഞാൻ ഇപ്പം ഇതിലൊരു 1/4 ഗ്ലാസ്സാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇപ്പം കൂടുതൽ വെള്ളമാവാതിരിക്കാനായിട്ട് നിങ്ങൾ നോക്കണം. കാരണം എണ്ണയിൽ പൊരിക്കുന്നതായതുകൊണ്ട് കൂടുതൽ എണ്ണ കുടിക്കാനായിട്ട് ചാൻസ് ഉണ്ടാവും വെള്ളം കൂടിക്കഴിഞ്ഞാൽ. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. ആ സമയം ഇതൊന്ന് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾ ആ എണ്ണ ചൂടാകുന്നവരെ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സെറ്റായിട്ട് കിട്ടും. അതല്ലെങ്കിൽ പുറമെ വെച്ചാലും മതി. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലാണ്, ആ എണ്ണ ചൂടാവുന്ന സമയം വരെ ഫ്രിഡ്ജിലൊന്ന് വെക്കുകയാണ്. അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് 3 മുട്ടയുടെ അളവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ പകുതിയായിട്ടാണ് പക്കവട കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ മുറിച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിനും ചെറിയ കഷ്ണങ്ങളാക്കുന്നുണ്ട്. ഇപ്പോൾ മുട്ടയൊക്കെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പം ഞാൻ മാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവണം, എന്നിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് മുക്കിയിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇതുപോലെ സ്പൂൺ അങ്ങനെ ഉപയോഗിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഇതൊക്കെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നോക്കാം. വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതുപോലെ എല്ലാം മുരിഞ്ഞ കളറാകുമ്പോൾ വറുത്ത് കോരാം. ഇനി എല്ലാം അതുപോലെ
ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് പക്കോട ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോരി ഒഴിക്കണ പോലെയാട്ടോ ഇരിക്കുക. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ എഗ് ബജി അല്ലെങ്കിൽ എഗ് പക്കോട ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലത്തെ പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം. അതുപോലെ നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. Bye.